ഹായ്, എല്ലാവർക്കും സ്റ്റാർ വൈറ്റ് ടാരറ്റ് മലയാളം റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ചാനലാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ പറ്റിയിട്ട് എന്താണ് ചിന്തിക്കുന്നത്, ഒരു ന്യൂ ബിഗിനിങ് ആണോ അതോ റിയൂണിയനെ വേണ്ട എന്നുള്ള രീതിക്കാണോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. അതിന് വേണ്ടിയിട്ട് രണ്ട് പേരാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇൻഡ്യൂഷനോട് ചോദിച്ചിട്ട് ഒരു പയൽ ചൂസ് ചെയ്യുക. ഒരു കാര്യം ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്താണ് റെസനേറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക, അല്ലാത്തെല്ലാം വിട്ട് കളഞ്ഞേക്കുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പയൽ ചൂസ് ചെയ്തോടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 5 of Wands, 10 of Cups, ഡബിൾ കാർഡ്, 2 of Pentacle, കിങ് ഓഫ് പെൻറ്റക്കിൾ, അതുപോലെ 8 of Swords ആണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് സോർഡ്സ്, അതുപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ. നമുക്ക് റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് എന്താണ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, കീപ്പ് ആൻഡ് ഓപ്പൺ മൈൻഡ് എന്ന് പറഞ്ഞ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടൊരു സെപ്പറേഷൻ വന്നവരെയാണ്. കുറച്ച് പേരുടെ കാര്യത്തിൽ മാത്രം നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വിവാഹം കഴിച്ച് അവർക്ക് ഫാമിലി ഉള്ളതായിട്ട് കാണിക്കുന്നു. റെസനേറ്റ് ആകുന്നവരും എടുക്കുക കേട്ടോ. ഇന്ത്യൻ ആണെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. അതും ഒരാളുടെ പ്രസൻസ് അല്ല, ഒരുപാട് പ്രസൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേരുടെ ഒരു സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഒരു മാനിപ്പുലേറ്റീവ് എനർജി ആയും ആ ഒരു പേഴ്സൻ്റെ വാക്കുകളെ നിങ്ങളുടെ പേഴ്സനെ തള്ളിക്കളയാൻ സാധിക്കത്തില്ല എന്നുമാണ് കാണിക്കുന്നത്. അതുപോലെ ഇവിടെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പക്ഷേ തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളുടെ പേഴ്സനെ കൺട്രോളിലാക്കിയിരിക്കുക. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ദോഷവും അതുപോലെ ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു തടസ്സവും വന്ന് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിട്ട് കാണിക്കുന്നു. അതുപോലെ ഈ ഒരു പേഴ്സൺ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയതിനാൽ നിങ്ങളുടെ പേഴ്സൺ അവിടെ സ്റ്റക്കാണ്. നിങ്ങളുമായുള്ള റിയൂണിയനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് കാണിക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇല്ലാത്തവരാണെങ്കിൽ അവർ നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ഹാപ്പി ലൈഫ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഞാൻ വന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷന് അവരുടെ പേരൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മാരേജ് ഓൾറെഡി മറ്റാരെങ്കിലുമായിട്ട് കഴിഞ്ഞതാണെങ്കിൽ അവർക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളതായിട്ട് കാണിക്കുന്നു. അതുവരെ പുറകോട്ട് വലിക്കുന്നതായിട്ടും കാണിക്കുന്നു. അല്ലാത്തവരുടെ കേസിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റിയൂണിയൻ വേണമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ അവർ മറ്റെന്തോ കാര്യത്തിൽ സ്റ്റക്കാണ്. അതുപോലെ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, അതായത് ലൈഫ് ബാലൻസ് ചെയ്യാണ്ട് നോക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ ഓക്കെ ആകുമോ അതോ ഇല്ലേ, നിങ്ങൾ ബ്ലോക്ക് ആക്കുമോ, ഇനി ആക്കിയാൽ എന്താകും, വീണ്ടും വഴക്കിലേക്ക് പോകുമോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതായിട്ട് കാണിക്കുന്നു. അതുപോലെ ഇവിടെ മിററിങ് എഫക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും അവിടെ ചിന്തിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നത്. ഇനി അഥവാ നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണെന്നാണ് കാണിക്കുന്നത്. പേരൻസ് ഒക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നവർക്ക് ഉടനെ തന്നെ ഒരു റിയൂണിയൻ പ്രതീക്ഷിക്കാം. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജിയിൽ കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ്. ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് ഒരു പുതിയ പേഴ്സൺ എൻട്രി കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഓൾറെഡി നിങ്ങളുടെ പേഴ്സൻ്റെ മാരേജ് കഴിഞ്ഞവരാണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ന്യൂ പേഴ്സൺ വരുന്നതായിട്ട് കാണിക്കുന്നു. അതും സ്റ്റെബിലിറ്റിയുമായിട്ടാണ് വരുന്നത്. ബിക്കോസ് നമുക്ക് ബോട്ടം എനർജി നൈറ്റ് ഓഫ് വാൻസ് മാത്രമല്ല നമുക്ക് കിട്ടിയത്, നൈറ്റ് ഓഫ് പെൻറ്റക്കിളും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഏഞ്ചൽസ് ഗൈഡൻസിൽ പറയുന്നത് നിങ്ങൾ മനസ്സിനെ ഒരുപാട് ഭാരമൊന്നും കൊടുക്കാതെ മനസ്സ് ഓപ്പൺ ആക്കി വെക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ലൈഫിൽ ഈ ഒരു ലാഗ് മാറി എല്ലാ കാര്യങ്ങളിലും സ്പീഡാകത്തുള്ളൂ. സോ നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഒന്നെങ്കിൽ അമ്പലത്തിൽ പോകുക, അല്ലെ പള്ളിയിൽ പോവുക. നിങ്ങൾ എന്താണോ അതനുസരിച്ച് എടുക്കുക കേട്ടോ. നിങ്ങൾ അമ്പലത്തിലാണോ പള്ളിയിലാണോ പോകുന്നത് എനിക്കറിയത്തില്ല. സോ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ചുരുക്കി പറഞ്ഞാൽ ദൈവവിശ്വാസം വളർത്തിയെടുക്കാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ നോക്കാം. ആദ്യം തന്നെ യെല്ലോ എന്ന് പറയുന്ന കളർ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫേവറേറ്റ് കളറായിരിക്കാം. ഓക്കെ, പൂരുട്ടാത്തി നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് പിങ്ക് എന്ന് പറയുന്ന കളർ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് പിങ്ക് കളറിലുള്ള ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുന്നത്. ഓക്കെ, തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചതയൻ നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. എം കിട്ടിയിട്ടുണ്ട്. ഫാമിലി ആൻഡ് റെസ്പോൺസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക് യു. നമുക്ക് സെക്കൻഡ് പേയിൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്നത് 10 of Pentacles, 5 of Cups, 9 of Swords, 5 of Pentacles, ഡബിൾ കാർഡ്, അതുപോലെ Ace of Cups ആണ്. ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് 6 of Pentacles, എംപ്രസ്, അതുപോലെ 10 of Wands ആണ്. റൊമാൻസ് ഏഞ്ചൽ മെസ്സേജ് കിട്ടുന്നത്
ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് എന്നുള്ള കാർഡാണ്. ഇവിടെ വളരെ ഭംഗിയായി പോയിരുന്ന ഒരു റിലേഷൻഷിപ്പ്, അതായത് പരസ്പരം വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും പോയ ഒരു റിലേഷൻഷിപ്പ് ഫിനാൻഷ്യൽ ഇഷ്യൂവാൽ, അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് തൽക്കാലത്തേക്ക് സെപ്പറേറ്റ് ആയി പോയതായിട്ട് കാണിക്കുന്നു. അതായത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, എന്നാൽ അത് 90% ആൾക്കാർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂവാൽ അല്ലെങ്കിൽ കരിയർ റിലേറ്റ് ചെയ്ത് വന്ന സെപ്പറേഷൻ ആയിട്ട് കാണിക്കുന്നു. ഇനി കരിയർ ഒന്നും തേർഡ് പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് പേയിൽ വാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു പേഴ്സൺ നിങ്ങളുമായി അകന്നു പോകണമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സെപ്പറേഷനിൽ പോകേണ്ടി വന്നു എന്നാണ് കാർഡ്സ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിയൂണിയനെ പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണം എന്നുള്ളതാണ്. ബിക്കോസ് ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെന്റക്കിൾ എന്ന കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണത്. അത് ഫസ്റ്റിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല. ബിക്കോസ് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ഫാമിലി വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് സ്റ്റെബിലിറ്റിയോട് കൂടി തന്നെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങളുമായുള്ള ഈ ഒരു സെപ്പറേഷനിൽ ഈ ഒരു പേഴ്സണെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തതായിട്ട് കാണിക്കുന്നു. ബിക്കോസ് ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സ് ഉണ്ട്, 9 ഓഫ് സോഴ്സ് ഉണ്ട്, 5 ഓഫ് പെന്റക്കിൾ ഉണ്ട്. ഇതെല്ലാം അവരുടെ ഒരു സ്ട്രഗിൾസിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുമായുള്ള ഈ ഒരു സെപ്പറേഷൻ വന്നതിനാൽ ഈ ഒരു പേഴ്സണെ ഗിൽറ്റി ഫീൽ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഐ മീൻ ഒരു കുറ്റബോധം ഉള്ളതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ നഷ്ടമാകുമോ എന്ന ഒരു ഭയം ഈ ഒരു പേഴ്സണെ അലട്ടുന്നതായിട്ട് കാണിക്കുന്നു. അതാണ് ഇവിടെ നമുക്ക് 5 ഓഫ് കപ്സ് എന്ന കാർഡ് കിട്ടിയിരിക്കുന്നത്. സോ ഇതെല്ലാം ഓർത്ത് ഈ ഒരു പേഴ്സണ് സ്ട്രെസ് ഉള്ളതായിട്ടും അതുപോലെ രാത്രിയിൽ ഉറക്കക്കുറവുള്ളതായിട്ടും കാണിക്കുന്നു. ബിക്കോസ് നമുക്ക് 9 ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണെന്നാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. ബിക്കോസ് നമുക്ക് 5 ഓഫ് പെന്റക്കിൾ കാർഡ്സ് ആണ് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇത്രയൊക്കെ പെയിൻ ഉണ്ടെങ്കിലും പകൽ സമയം അതെല്ലാം അവർ ഉള്ളിൽ ഒതുക്കി ഹാപ്പി ആയിട്ട് പുറമെ നടക്കുന്നു. എന്നാൽ നൈറ്റ് ടൈമിൽ വീണ്ടും ഒരു കുറ്റബോധത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നു. അടുത്തതായി ഇവിടെ ഡെവിൾ കാർഡാണ്. ഫസ്റ്റ് പേയിലും ഡെവിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊരു ബ്ലാക്ക് മാജിക് ഇഫക്റ്റിനെ ആയിരുന്നു റെപ്രസെന്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ കിട്ടിയ എനർജി പ്രകാരം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഇപ്പോഴും അട്രാക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ വല്ല പ്രത്യേകത ഉണ്ടായിരിക്കാം, ഒരുപാട് അട്രാക്ഷൻ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളിൽ അവർ അഡിക്റ്റഡ് ആണെന്ന്. ബട്ട് ഇവിടെ ഫിസിക്കലി മാത്രമല്ല കേട്ടോ അഡിക്റ്റ്, ഇമോഷണലിയും അതേന്നാണ്. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന ഏസ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. നിങ്ങളോട് ആത്മാർത്ഥ സ്നേഹം തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ളത്. നിങ്ങൾക്ക് വേണ്ടി മടങ്ങി വരണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. എന്നാൽ വരുമ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിട്ട് വരണമെന്നും ഈ ഒരു സെപ്പറേഷന് പകരമായി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണമെന്നും ഏസ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നു. നമുക്ക് ബോട്ടം എനർജി 6 ഓഫ് പെന്റക്കിളും എംബ്രസ് കാർഡും അതുപോലെ 10 ഓഫ് വാൻസും ആയിരുന്നു കിട്ടുന്നത്. സോ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ വരവിനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് കാണിക്കുന്നു. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ മാരേജ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നിങ്ങളൊരു ബേബി വേണമെന്നും അവർ ആഗ്രഹിക്കുന്നു. ബിക്കോസ് എംബ്രസ് കാർഡ് ഒരു ഫെർട്ടിലിറ്റിയെ കൂടെ കാണിക്കുന്ന കാർഡാണ്. സോ ഇവിടെ ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ടാണ് മറ്റു തേർഡ് പാർട്ടികളൊന്നും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾ വിശ്വസിച്ചോളൂ കേട്ടോ. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഫാമിലി വേണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളോട് ഏഞ്ചൽസ് പറയുന്നത് ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് എന്നാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ബിക്കോസ് ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ക്ലൂസ് നോക്കാം. ആദ്യം തന്നെ 10 എന്ന് പറയുന്ന ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ഒക്ടോബർ മാസമായിരിക്കും. ഒക്കെ 4 കിട്ടിയിട്ടുണ്ട്. ഏപ്രിൽ മാസമായിരിക്കാം കേട്ടോ. ഓക്കെ, ഇടുക്കിയിൽ നിന്ന് വന്ന ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി മകയിരം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. തിരുവോണം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിട്ടം നക്ഷത്രം കിട്ടിയിട്ടുണ്ട്. അടുത്തതായി 30 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അത് വയസ്സുമായിരിക്കും കേട്ടോ. ഓക്കെ, 21 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് ലെറ്റർ സി ആണ്. ഇതായിരുന്നു പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക്